നമസ്കാരം. പാകിസ്ഥാനെ 4 ഭാഗങ്ങളായി തകർത്തെറിയും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഉചിതമായത് ചെയ്തുകൊള്ളാൻ സൈന്യത്തിന് പ്രധാനമന്ത്രിയുടെ അനുമതിയും ലഭിച്ചിട്ടുണ്ട്. അതിനർത്ഥം യുദ്ധപ്രഖ്യാപനം തന്നെയാണ് എന്നുള്ളതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സൈനിക നടപടി ഭയക്കുകയാണ് പാകിസ്ഥാൻ. തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ കനത്ത ജാഗ്രതയിലാണ് പാകിസ്ഥാൻ. അടുത്ത 24 മുതൽ 48 മണിക്കൂറുകൾ നിർണായകമെന്ന് സന്ദേശം പാക് ഭരണകൂടം അവരുടെ ജനതയ്ക്ക് നൽകിക്കഴിഞ്ഞു. തിരിച്ചടിക്കുവാനുള്ള രീതി, ലക്ഷ്യങ്ങൾ, തിരിച്ചടിക്കുവാനുള്ള സമയം എന്നിവ സേനകൾക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെ ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയേക്കാമെന്ന ആശങ്കയിലാണ് പാകിസ്ഥാൻ ഭരണകൂടം. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം പാകിസ്ഥാൻ്റെ അറിവോടെയാണ് എന്നതിന് ഇന്ത്യൻ സർക്കാരിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ഇതിന് പിന്നാലെ ശക്തമായ നിലപാടുകളാണ് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഇന്ത്യ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പരിപൂർണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നതും. ഇന്ത്യയിൽ നിന്നുള്ള സൈനിക നീക്കം ആസന്നമായതിനാൽ ഞങ്ങൾ അതിർത്തിയിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തിയെന്നും രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് നേരിട്ടുള്ള ഭീഷണി ഉണ്ടായാൽ മാത്രമേ ആണവായുധങ്ങൾ ഉപയോഗിക്കൂ എന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫിൻ്റെ പ്രസ്താവന തകരാൻ പോകുന്ന ഒരു രാജ്യത്തിൻ്റെ നിലവിളിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന് ശേഷം നിയന്ത്രണ രേഖയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. ഉചിതമായത് ചെയ്തുകൊള്ളാൻ സൈന്യത്തിന് പ്രധാനമന്ത്രിയുടെ അനുമതി നൽകി എന്നത് ഫലത്തിൽ ഇതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് എന്ന് പറയുകയാണ്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നർത്ഥം. ഇങ്ങനെ ഒരു ഭവിഷ്യത്ത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല എന്നുള്ളതാണ്. പഹൽഗാമിലെ കൂട്ടക്കൊല കൊണ്ട് പാകിസ്ഥാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേർവിപരീതമാണിപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാശ്മീരിലെ സമാധാനപരമായ അന്തരീക്ഷവും തദ്ദേശീയരായ ആളുകൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നല്ല വരുമാനമുണ്ടാക്കി തീവ്രവാദം വെടിഞ്ഞ് സ്വൈര്യജീവിതം നയിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് തകർക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. അതിലൂടെ സംഘർഷഭരിതമായ കാശ്മീരിൽ നിന്നും കൂടുതൽ പേരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു അടുത്ത അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനായിട്ട് ISI തീവ്രവാദി സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്താണ് ഈ ആക്രമണം നടത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർ ഇതിനായിട്ട് പ്ലാൻ A, പ്ലാൻ B എന്നിങ്ങനെ 2 പ്ലാനുകൾ വരെ തയ്യാറാക്കി വെച്ചിരുന്നു. ഇതിൽ പ്ലാൻ A എന്തുകൊണ്ടോ നടപ്പാക്കിയില്ല. തുടർന്നാണ് പ്ലാൻ B ഇതിനകത്ത് നടപ്പാക്കിയത്. ഇതിനായിട്ട് വലിയ ആസൂത്രണവും പ്രാദേശിക സഹായങ്ങളുമൊക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബൈസരൻ വാലിയിൽ സംഭവ സമയത്ത് ഏകദേശം 500ഓളം വരുന്ന ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. മതം നോക്കി കൊലപാതകം നടത്തിയതിൽ പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു ഇവർക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് കാശ്മീരിനെ രാജ്യത്ത് നിന്നും ഒറ്റപ്പെടുത്തുക, അതിനായിട്ട് ടൂറിസം ഇല്ലാതാക്കണം. താൽക്കാലികമായി അവർ ലക്ഷ്യം നേടിയെങ്കിലും ആത്യന്തികമായി ഇന്ത്യ അതിനകത്ത് വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറയേണ്ടിയിരിക്കുന്നു. മതം നോക്കി കൊലപാതകം നടത്തിയതിൽ കോപാകുലരായി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടണമെന്നും വലിയ വർഗീയ ലഹളകൾ ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ കണക്കുകൂട്ടി. രാജ്യമെങ്ങും മറ്റൊരു ഗുജറാത്ത് മോഡൽ കലാപവും ഒപ്പം തന്നെ അതിലൂടെ മോദിയുടെ പതനവുമായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. ഫലത്തിൽ ഒന്നുമുണ്ടായില്ല. രാജ്യമൊറ്റക്കെട്ടായി നിന്നു. എന്തിന്? കാശ്മീർ താഴ്വരയിൽ പോലും ജനങ്ങൾ തീവ്രവാദികൾക്കും പാകിസ്ഥാനുമെതിരെ തെരുവിലിറങ്ങി എന്നുള്ളതാണ്. ഇന്ത്യ ഭരിക്കുന്ന BJPയും RSSും ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊലപാതകങ്ങൾ നടത്തിയതിൽ പ്രതിഷേധിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുമെന്നും സമൂഹം അതിൻ്റെ പേരിൽ ചേരിതിരിയുമെന്നും പാകിസ്ഥാൻ കണക്കുകൂട്ടി. അതും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെ സംഭവിച്ചത് അല്ലെങ്കിൽ ആകെ അന്ന് സംസാരിച്ചത് പ്രധാനമന്ത്രി മാത്രം, അതും അളന്നു തൂക്കി കനപ്പെട്ട ഭാഷയിൽ. വേറൊരു നേതാവും വാതുറന്നില്ല.
RSS പോലും ടൂറിസ്റ്റുകളുടെ കൊലപാതകങ്ങളെയാണ് അപലപിച്ചതുപോലും. പക്വമായ പ്രതികരണങ്ങളിലൂടെ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്തുവാനും എന്നാൽ ആഭ്യന്തരമായി ശാന്തതയും അതേസമയം പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുമെന്ന ഉറപ്പുമാണ് സംഘം നൽകിയത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് പ്രതിപക്ഷ MP ആയിട്ടുള്ള ശശി തരൂർ മാത്രമാണ്. ഇതും രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശം തന്നെയാണ് അതിലൂടെ നൽകിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സമാനമായിട്ടുള്ള നിലപാടാണ് എക്സിൽ കുറിച്ചു വച്ചത്. അങ്ങനെ സർക്കാരിന് പ്രതിപക്ഷം തുറന്ന പിന്തുണയും അതിലൂടെ നൽകുകയുണ്ടായി. പഹൽഗാമിൽ വേണമെങ്കിൽ തീവ്രവാദികൾക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ടൂറിസ്റ്റുകളെ കൊല്ലാമായിരുന്നു. കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാത്ത ഇടമായി വീണ്ടും മാറ്റി തീവ്രവാദത്തിന് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുവാനുള്ള ഇടമാക്കുക എന്നതൊക്കെയായിരുന്നു ഈ തീവ്രവാദികളുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അതിനാലാണ് നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഉള്ളയിടത്ത് മതമൊക്കെ ചോദിച്ച് തിരഞ്ഞു പിടിച്ച് കുറച്ചുപേരെ മാത്രം കൊന്നിട്ട് തീവ്രവാദികൾ പിൻവാങ്ങിയത് എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് പരിമിതമായി നിർത്തിയത് ഇന്ത്യയുടെ പ്രതികരണങ്ങൾ മയപ്പെട്ടതാകുമെന്ന പ്രതീക്ഷയിലാണ്. കൂടിപ്പോയാൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതാണവർ പ്രതികരണമായി ആകെ പ്രതീക്ഷിച്ചിരുന്നത്. ശത്രു ചിന്തിച്ചു തീരുന്നിടത്ത് നിന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ശീലമുള്ളവരാണ് ഇന്ത്യക്കാർ. ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തെ ഒരു അത്ഭുത രാജ്യമാക്കി പരുവപ്പെടുത്തിയത് ഇവിടുത്തെ ജനങ്ങളുടെ ഒത്തൊരുമയാണ്. യുദ്ധം പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്ന് പോരാടുന്ന കാഴ്ചയുമുണ്ട് ഇവിടെ. 3 യുദ്ധങ്ങളെയും അരനൂറ്റാണ്ട് പിന്നിട്ട തീവ്രവാദ ശത്രുതകളെയും മറികടന്ന സിന്ധു നദീജല കരാർ പൊടുന്നനെ റദ്ദാക്കിയ നടപടി പാകിസ്ഥാന് നട്ടലിനേറ്റ പ്രഹരമായിരുന്നു. ഒരിക്കലും കരകയറാനാവാത്ത അടി. ഈ പൊല്ലാപ്പെല്ലാം ഉണ്ടാക്കി വെച്ച പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ ഒളിച്ചോടിയിരിക്കുന്നു. അല്ല, ഇനി അതോ അജ്ഞാതനാൽ ഇരപ്പെട്ടോ എന്നതും സംശയമാണ്. ഇന്നലെ വരെ ഇന്ത്യക്കെതിരെ ഉറഞ്ഞു തുള്ളിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ന് നെഞ്ചുവേദനയുമായി ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയും ആരുടെയെങ്കിലും കാല് പിടിച്ച് ഇന്ത്യയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നെട്ടോട്ടമോടുകയാണ് പാകിസ്ഥാൻ. പക്ഷേ ആരെ സമീപിക്കണമെന്നോ എങ്ങോട്ടോടണമെന്നോ അവർക്കിപ്പോൾ നിശ്ചയമില്ല. അതിനാൽ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്ന തിരക്കിലാണ് അവർ ഓരോരുത്തരും. അടി കിട്ടുന്നതിലും ഭീകരമാണ് ഏത് നിമിഷവും അടി വീഴുമെന്ന ഭയം. ആ ഭീതിയാണിപ്പോൾ പാകിസ്ഥാനിൽ. ഒരുപക്ഷെ ഇനി ഇങ്ങനെ ഒരു രാജ്യം ഒറ്റമുറിയായി ഉണ്ടാകില്ല എന്ന ബോധ്യം കൂടി അവരെ വല്ലാതെ ഭയചകിതരാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആത്യന്തികമായ വിജയം ഇന്ത്യയുടേതാകും. കഴിഞ്ഞ 78 വർഷമായി ഈ ശല്യം തന്നെ നമുക്ക് തുടങ്ങിയിട്ട് 3 യുദ്ധങ്ങളിലൂടെയും 10,000-കണക്കിന് തീവ്രവാദി ആക്രമണങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് വിലയേറിയ ജീവനുകൾ രാജ്യത്തിന് നഷ്ടമായിട്ടുണ്ട്. വസ്തുതയാണ്. 4-5 തലമുറകളായി ഇത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇനി വയ്യ, മതിയായി. ഇനി ഈ നശിച്ച രാജ്യം ഭൂമുഖത്ത് വേണ്ട എന്നൊരു തോന്നൽ ഓരോ ഇന്ത്യക്കാരനിലും അഥവാ ഇന്ത്യയെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരിൽ വന്നു കഴിഞ്ഞു. അതിനൊപ്പം നിൽക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. അവരത് ചെയ്തുകൊള്ളും. ബാക്കി അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചമണിയിക്കുന്ന നമ്മുടെ അഭിമാനമായ സൈന്യവും അതിനു മുൻപിലുണ്ടാകും. യുദ്ധമുണ്ടായാൽ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല എന്നുകൂടി പറയട്ടെ. 4 കഷ്ണമായി പാകിസ്ഥാൻ ചിന്നിച്ചിതറും. പാകിസ്ഥാൻ 4 ഭാഗങ്ങളായി വിഭജിക്കപ്പെടും. ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടായാലുടൻ ഈ 3 കഷ്ണങ്ങളും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അധിനിവേശ കാശ്മീർ എന്നത് ഇന്ത്യക്കും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ അഫ്ഗാനും തിരികെ കിട്ടും. ബലൂച്ച് മേഖല സ്വതന്ത്രവുമാകും. ഒരുപക്ഷെ അധികം താമസിക്കാതെ ന്യൂഡൽഹിയിൽ ബലൂചിസ്ഥാന് എംബസി വരെ ചിലപ്പോൾ തുറന്നേക്കാം. പാകിസ്ഥാനിലെ ഇന്നത്തെ ആഭ്യന്തര സ്ഥിതികൾ നോക്കുമ്പോൾ പാകിസ്ഥാന്റെ ശിഥിലീകരണം ഉറപ്പാണ് എന്ന് വ്യക്തമാണ്. പാകിസ്ഥാന്റെ സൈന്യത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവർക്ക് ബലൂചിസ്ഥാനിലേക്ക് കടക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. ഖൈബർ പഖ്തൂൺ മേഖലയുടെ ഏകദേശം 60% പ്രദേശത്തു നിന്നും പോലീസും സൈന്യവും പലായനം ചെയ്തിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ തന്നെ ഈ സാഹചര്യം സമ്മതിക്കുകയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പാകിസ്ഥാനിൽ ആക്രമണം നടക്കുന്ന ദിവസം അവിടുത്തെ ജനങ്ങൾ ഈ ഇന്ത്യൻ സൈന്യത്തെ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് നമുക്ക് തന്നെ കാണാനും കഴിയും. ഇതിലൂടെ ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ വരുന്ന 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്നത് 4 ഭാഗങ്ങളായി ചിന്നിച്ചിതറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.